ഞാനത് മറന്നുപോയി. ഇറ്റ് ഫ്ലൂ ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഇറ്റ് ഫ്ലൂ ഔട്ട് ഓഫ് മൈ മൈൻഡ്. അല്ലെങ്കിൽ ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. അത് പഴയ കാര്യമാണ്. ഇറ്റ്സ് ഓൾഡ് ന്യൂസ്. ഇറ്റ്സ് ഓൾഡ് ന്യൂസ്. അല്ലെങ്കിൽ പറയാം ഇറ്റ്സ് വാട്ടർ അണ്ടർ ദ ബ്രിഡ്ജ്. ഇറ്റ്സ് വാട്ടർ അണ്ടർ ദ ബ്രിഡ്ജ്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. അതായത് ആരെങ്കിലുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ടോപ്പിക് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ പറയാവുന്നതാണ്. ലെറ്റ്സ് സ്വിച്ച് ഗിയേഴ്സ്. ലെറ്റ്സ് സ്വിച്ച് ഗിയേഴ്സ്. അല്ലെങ്കിൽ ലെറ്റ്സ് ഡിസ്കസ് സംതിങ് എൽസ്. ലെറ്റ്സ് ഡിസ്കസ് സംതിങ് എൽസ്. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഞാനതങ്ങ് വിട്ടു, ഞാനതങ്ങ് വിട്ടുകളഞ്ഞു. ഐ ഇഗ്നോർഡ് ഇറ്റ്. ഐ ഇഗ്നോർഡ് ഇറ്റ്. അല്ലെങ്കിൽ പറയാം ഐ ടേൺഡ് എ ബ്ലൈൻഡ് ഐ. ഐ ടേൺഡ് എ ബ്ലൈൻഡ് ഐ. അടുത്തത്, നമ്മൾ ആരെയെങ്കിലും വിശ്വസിച്ച് അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമായിരിക്കും. എന്നാൽ അവരെന്ത് ചെയ്യും? അത് അടുത്ത ആളോട് പറയും. ആ സന്ദർഭത്തിൽ നമുക്ക് പറയാവുന്നതാണ് ഷീ അല്ലെങ്കിൽ ഹീ. ആണാണെങ്കിൽ ഹീ, പെണ്ണാണെങ്കിൽ ഷീ. ഷീ സ്പ്ലിറ്റ് ദ ബീൻസ്. ഷീ സ്പ്ലിറ്റ് ദ ബീൻസ്. അല്ലെങ്കിൽ ഷീ ലീക്ഡ് മൈ സീക്രട്ട്. ഷീ ലീക്ഡ് മൈ സീക്രട്ട്. ഈ സ്ക്രൂ എല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുന്നു. ദി സ്ക്രൂസ് ആർ റസ്റ്റി. ദി സ്ക്രൂസ് ആർ റസ്റ്റി. ഇതിന് കളറ് മങ്ങി. ദ കളർ ഈസ് ഫെയ്ഡഡ്. ദ കളർ ഈസ് ഫെയ്ഡഡ്. ബാഗ് കീറി. ദ ബാഗ് ഈസ് ടോൺ. ദ ബാഗ് ഈസ് ടോൺ. ഡ്രോയർ മുഴുവനും അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ദ ഡ്രോയർ ഈസ് ഡിസോർഗനൈസ്ഡ്. ദ ഡ്രോയർ ഈസ് ഡിസോർഗനൈസ്ഡ്. നിങ്ങൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ജിമ്മിൽ പോകുന്നത്? ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ ജിം? ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ ജിം? ഒന്നിടവിട്ട ദിവസങ്ങളിൽ. എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ. അല്ലെങ്കിൽ എവ്രി സെക്കൻഡ് ഡേ. എവ്രി സെക്കൻഡ് ഡേ. ഞാൻ മൂക്ക് ചീറ്റുകയാണ്. ഐ ആം ബ്ലോയിങ് മൈ നോസ്. ഐ ആം ബ്ലോയിങ് മൈ നോസ്. പോപ്കോൺ പൊട്ടുന്നു. ദ പോപ്കോൺ ഈസ് പോപ്പിംഗ്. ദ പോപ്കോൺ ഈസ് പോപ്പിംഗ്. അടുത്തത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ വേർഡാണ്. പുതിയതായി ഡിക്ഷണറിയിൽ ആഡ് ചെയ്യപ്പെട്ട വേർഡാണ് ജാങ്കി. JANKY. ജാൻകി മീൻസ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയ ഈ ഫോൺ കവർ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതാണ്. ദിസ് ഫോൺ കവർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക് ഈസ് ജാങ്കി. ദിസ് ഫോൺ കവർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക് ഈസ് ജാങ്കി. പഴം വല്ലാതെ പഴുത്തിരിക്കുന്നു. ദ ബനാനാസ് ആർ ഓവർ റൈപ്പ്. ദ ബനാനാസ് ആർ ഓവർ റൈപ്പ്. ഇവിടെ ശ്രദ്ധിക്കുക, പഴങ്ങൾ പല അവസ്ഥയിലായിരിക്കും. അതായത് ഒന്നെങ്കിൽ പഴുത്തത്, അല്ലെങ്കിൽ പഴുക്കാത്തത്, ഒരുപാട് പഴുത്തത്, അല്ലെങ്കിൽ ചീഞ്ഞത് എന്നിങ്ങനെ. സോ നമുക്ക് പറയാം, പഴുത്തതാണെങ്കിൽ പറയാം റൈപ്പ്. പച്ചയാണെങ്കിൽ പറയാം അൺറൈപ്പ്. വല്ലാതെ പഴുത്തുപോയെങ്കിൽ നമ്മൾ പറയും ഓവർ റൈപ്ഡ്. ഓവർ റൈപ്ഡ്. ഇനി ചീഞ്ഞതാണെങ്കിൽ പറയും റോട്ടൺ. റോട്ടൺ. ഈ ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദ ബുക്ക് ഈസ് എ റിയൽ പേജ് ടേണർ. ദ ബുക്ക് ഈസ് എ റിയൽ പേജ് ടേണർ. അല്ലെങ്കിൽ ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഞാനിത് മുഴുവനും വായിച്ചു. I read it from cover to cover. I read it from cover to cover. ഞാനത് ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു. I finished reading it
in one sitting. I finished reading it in one sitting. എനിക്കൊരു കേക്ക് തിന്നാൻ തോന്നുന്നു. I feel like eating a cake. I feel like eating a cake. നീ ഇത് എല്ലായിടത്തും ആക്കി, അല്ലെങ്കിൽ എല്ലായിടത്തും ഒഴിച്ചു. You spilled it everywhere. You spilled it everywhere. അത് നന്നായി വെന്തോന്ന് നോക്ക്. Check whether it has cooked properly. Check whether it has cooked properly. ആ ഷർട്ട് എനിക്ക് എടുത്തു തരൂ. Get me that shirt. Get me that shirt. ഈ കുട്ടികളോട് ഞാൻ എന്ത് പറയാനാണ്? What do I say to these kids? What do I say to these kids? അവൻ എവിടെ പോയി? Where has he gone? Where has he gone? ആരാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നത്? Who will drop me home? Who will drop me home? തരില്ല ഞാൻ. I won't give it. I won't give it. അത് സത്യമാണെങ്കിൽ എന്തു ചെയ്യും? What if it's true? What if it's true? ഏതാണ് ഞാൻ വായിക്കേണ്ടത്? Which one should I read out? Which one should I read out? എത്ര നാളായി കണ്ടിട്ട്? Long time no see. Long time no see. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. You don't have to worry at all. You don't have to worry at all. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. You should understand one thing. You should understand one thing. എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. I have to rethink. I have to rethink. നീ എന്തൊക്കെയാണ് പറയുന്നത്? What all are you saying? What all are you saying? നീ അത് കാര്യമാക്കണ്ട. Don't take to your heart. Don't take to your heart. നാക്ക് പുറത്തേക്ക് നീട്ടൂ. Stick out your tongue. Stick out your tongue. ഞാൻ മെഴുകുതിരി കത്തിച്ചു. I lit the candle. I lit the candle.